ഇന്നത്തെ നമ്മുടെ യാത്ര തിരക്കുള്ള റോഡും ഗ്രീനിഷ് വൈബും കിട്ടുന്ന ഒരു കൂൾ സിറ്റിയിലേക്കാണ്, ലൈപ്സിഷ്. ഇതാണ് ലൈപ്സിഷ് ബാനോഫ്, ലൈപ്സിഷ് റെയിൽവേ സ്റ്റേഷൻ. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. 1915 പണിതീർത്ത ഈ റെയിൽവേ സ്റ്റേഷന് 24 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് യൂറോപ്പിലെ തന്നെ ലാർജസ്റ്റ് സെൻട്രൽ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ ഷോപ്സും റെസ്റ്റോറൻറ്റ്സും എല്ലാം ഉണ്ട്. ലൈക്ക് KFC, മെക്ഡി, അങ്ങനെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ. നമുക്ക് ലോങ് ജേണിക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇവിടെ സുഖമായിട്ട് നമുക്ക് ഫുഡ് അടിക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ. നല്ല വലുപ്പമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ ഫ്രണ്ടിൽ തന്നെ ട്രാം സ്റ്റേഷനൊക്കെ ഉണ്ട്. സിറ്റിയുടെ പല ഭാഗത്തേക്ക് പോകുന്ന ട്രാമിൻ്റെ മെയിൻ ഹബ്ബും കൂടെ ഇവിടെയാണ്. ഈ സിറ്റിക്ക് ഒരു സ്പെഷ്യൽ ലൈഫ് സ്റ്റൈലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പല നിക് നെയിംസും കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഹൈപ്സിഷ് സിറ്റി, ദ ബെറ്റർ ബെർലിൻ, ബൂം ടൗൺ ഓഫ് ഈസ്റ്റേൺ ജർമ്മനി, അങ്ങനെ പല പേരിലും നിക് നെയിമിലൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. ഈ സിറ്റി നടന്ന് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെയാണ് ഇവിടുത്തെ സ്ട്രീറ്റും ബിൽഡിങ്ങും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് സെന്റ് നിക്കോളാസ് ചർച്ച്. സിറ്റി സെൻറ്ററിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വലിയ ചർച്ചാണിത്. 1943 വേൾഡ് വാർ ബോംബിങ്ങിൽ മൊത്തം തകർന്ന് പിന്നീട് ഇത് ശരിയാക്കി എടുത്തതാണ്. ഇപ്പോൾ ഇത് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇതെല്ലാ ബിൽഡിങ്ങിലും ഒരു ആർട്ട് വർക്ക് നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഡിസൈൻസും പെയിൻറ്റിങ്സും ഒക്കെ ഒരു നല്ലോണം, ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാലും ആ ഗ്യാപ്പിലൊക്കെ നല്ല ഭംഗിയിൽ ഫിനിഷിങ്ങോടെ നല്ല ആർട്ട് വർക്കുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ് കാണുന്ന നല്ല രസമാണ്. പഴയ ഒരു സ്റ്റൈലിൽ കുറേ കുത്തു വർക്കുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ലൈപ്സിഷ് സിറ്റിയുടെ റാത്ത് ഹൗസ്. റാത്ത് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ ഹാൾ എന്നൊക്കെ പറയും. ഇവിടെ ജർമ്മനിയിലേക്ക് വന്നിട്ടുള്ളവർക്കൊരു അറിയായിരിക്കും. നമ്മൾ ജർമ്മനിയിൽ ആദ്യമായിട്ട് വരുമ്പോൾ സിറ്റി രജിസ്ട്രേഷനൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ റാത്ത് ഹൗസിലാണ് പോയി ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഈ ടവറിന് ഏകദേശം 115 മീറ്റേഴ്സ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് ലൈപ്സിഷ് സിറ്റിയുടെ ഒരു ലാൻഡ്മാർക്കും കൂടിയാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ, അതായത് 1943 ഏകദേശം 400 ബോംബേഴ്സ് എല്ലാവരും കൂടെ 1400 ടൺസ് ഓഫ് എക്സ്പ്ലോസീവ്സ് ആണ് ഈ സിറ്റിയുടെ മുകളിലേക്ക് ബോംബ് ചെയ്തത്. സിറ്റിയുടെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും ആ ബോംബിങ്ങിൽ തകർന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇവരിത് റീബിൽഡ് ചെയ്ത് വന്നത്. ഇപ്പം ജർമ്മനിയിലെ ഒരു ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ് ലൈപ്സിഷ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെയുള്ള കൺസ്ട്രക്ഷനും ഡിസൈനും ബിൽഡിങ്ങുകളുടെ ആ ലുക്കും ആ ലാൻഡ്സ്കേപ്പും എല്ലാം അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഗോ എർഡലർ മോണുമെൻറ്റ്. 1944 ഹിറ്റ്ലർ അസാസിനേഷനിൽ ആൾക്ക് റോളുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ എക്സിക്യൂട്ടീവ് ചെയ്തു. ആളുടെ പേരിൽ 1999 പണിതിട്ടുള്ള ഒരു മോണുമെൻ്റാണിത്. ഇതാണ് സിറ്റി ലൈബ്രറി. ഇവിടെ അത് സ്റ്റാർട്ട് ബിബ്ലിയോതെക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഫുള്ള് കല്ലൊക്കെ പാകി സൈക്ലിസ്റ്റിനാണെങ്കിലും നടക്കാനുള്ളവർക്കാണെങ്കിലും അതുപോലെ തന്നെ ട്രാമും വണ്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് ഒരു സ്പേസിൽ വന്നപ്പോഴുള്ള ആ വൈബ് വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് ലൈപ്സിഷിലെ ഫെഡറൽ അഡ്മിനിസ്ട്രേറ്റീവ് കോർട്ട്. ജർമ്മനിയിൽ തന്നെ 5 ഫെഡറൽ സുപ്രീം കോർട്ട്സ് ആണുള്ളത്. അതിലൊരെണ്ണം ഇതാണ്. 1952 എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ കോർട്ട് ലൈപ്സിഷിൻ്റെ മറ്റൊരു ലാൻഡ്മാർക്കും കൂടിയാണ്. റോഡ് ട്രാൻസ്പോർട്ടേഷനും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവരുടെ ഗാർഡനിങ്ങും അതുപോലെ തന്നെ നേച്ചർ പ്രൊട്ടക്ഷനും. ഇതാണ് ലൈപ്സിഷ് യൂണിവേഴ്സിറ്റി.
ലോകത്തിലെ തന്നെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റികളിലൊന്നാണ്. ജർമ്മനിയിൽ അത് സെക്കൻഡ് ഓൾഡസ്റ്റ് ആണ്. 1409 ഫെഡറിക് വൺ എന്ന് പറഞ്ഞ ആളാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതാണ് മെൻഡെ ബ്രൂണൻ. മെൻഡെ ഫൗണ്ടൈൻ എന്ന് പറയും. സിറ്റിയിലെ തന്നെ ലാർജസ്റ്റ് ഫൗണ്ടൈൻ ആണ്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മാഗ്നിഫിസൻറ്റ് ഫൗണ്ടൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ കൺസ്ട്രക്ഷനും ആ ഒരു ഫിനിഷിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ഇത് മറ്റൊരു ലാൻഡ്മാർക്കാണ് ലൈപ്സിഷിൻ്റെ. ദ മോണ്യുമെൻറ്റ് ടു ദ ബാറ്റിൽ ഓഫ് ദ നാഷൻസ്. 1813 നെപ്പോളിയൻ്റെ ഫ്രഞ്ച് ആർമീനെ തോൽപ്പിച്ചതിൻ്റെ മോണ്യുമെൻ്റ് ആയിട്ടാണ് ഇതിവിടെ പണിതേക്കുന്നത്. ആ വാറിനെ പറയുന്നത് ദ വാർ ഓഫ് 6 കോയിലിഷൻ എന്നാണ്. കോൺക്രീറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും ഇതിൻ്റെ ഫേസിംഗ് ഒക്കെ ഗ്രാനൈറ്റ് ആണ്. 299 ഫീറ്റ് ഹൈറ്റ് വരുന്ന ഈ മോണ്യുമെൻറ്റിന് ഏകദേശം 500 സ്റ്റെപ്സ് ആണുള്ളത്. മുകളിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. മാത്രമല്ല ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൽഹെൽമൈൻ ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ്. ബേൺഡ് ക്യൂബിൾ ഡിസൈൻ ചെയ്ത ഒരു ബ്രോൺസ് സ്കൾപ്ചറാണിത്. അൺടൈംലി കണ്ടംപററീസ് എന്നറിയപ്പെടുന്നു. ഞാൻ ഇറങ്ങിയ ദിവസം ഇവിടെ അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്ട്രീറ്റ് വൈബിന് അതൊന്നും ബാധിച്ചിട്ടേ ഇല്ല. എല്ലാവരും അതും ഒരു വൈബ് എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അതും നല്ല രസം തന്നെയാണ്. ഇവരുടെ സ്ട്രീറ്റിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആ വൈബിൽ വെച്ച് നടക്കുമ്പോൾ തന്നെ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊരു ഗോയിത്തെ മോണ്യുമെൻ്റ് ആണ്. തൃശ്ശൂർ നമ്മുടെ ശക്തൻ സമ്പുരാൻ്റെ സ്റ്റാച്ചു ഒക്കെ ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ. കാൾ ഷെഫ്നെ ഡിസൈൻ ചെയ്ത ഈ മോണ്യുമെൻ്റ് ഇരിക്കുന്നത് നാക്ഷ് മാർക്കറ്റിലാണ്. നാക്ഷ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ലൈപ്സിഷ് സിറ്റിയിൽ തന്നെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട്. ഓപ്പൺ ഏരിയ ആണ്. പണ്ടൊക്കെ ഫ്രൂട്ട്സൊക്കെ ട്രേഡ് ചെയ്തിരുന്നത് ഇവിടെയാണ്. അതിന് വേണ്ടിയിട്ട് അവരൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾഡ് ട്രേഡിംഗ് എക്സ്ചേഞ്ച് എന്നാണ് അത് അറിയപ്പെടുന്നത്. പണ്ടത്തെ ഒരു ബിൽഡിംഗ് ആണ്. അതൊരു ബാറോക്ക് സ്റ്റൈലിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മർച്ചൻസിൻ്റെ മീറ്റിംഗ് ബിൽഡിംഗ് എന്നും കൂടെ അത് അറിയപ്പെടുന്നുണ്ട്. ഇതാണ് ആ ബിൽഡിംഗ്. ഓരോ സിറ്റിയിലുള്ള പോലെ തന്നെ ഇവിടെയുണ്ട് മാർക്കറ്റ് പ്ലാസ്. അതാണ് ഈ കാണുന്നത്. റെക്ടാങ്കുലർ ഷേപ്പിലാണ് ഇവിടുത്തെ മാർക്കറ്റ് ഉള്ളത്. ഒരുവിധം എല്ലാ പരിപാടികളും ഇവിടെ തന്നെയാണ് നടക്കുക. ഇപ്പോൾ ഏത് ഫെസ്റ്റ് വന്നാലും മാർക്കറ്റ് ഡേ വന്നാലും. ഇപ്പോൾ ഞാൻ വന്ന ദിവസം ഇവിടെ ഒരു മാർക്കറ്റ് ഡേ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഫുള്ള് ഓപ്പൺ ആണ്. റെസ്റ്റോറൻറ്റും അതുപോലെ തന്നെ പലതരത്തിലുള്ള ട്രേഡിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. മെയിൻ ഒരു ഏരിയ ആണ് ഇവിടുത്തെ. ജർമ്മനിയിൽ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട്. അതിൽ ടോപ്പിൽ നിൽക്കുന്ന കുറച്ച് സിറ്റികളിലൊന്നായിരിക്കും ലൈപ്സിഷ്. ഈ സിറ്റി ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്.